ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ ഈ പറയുന്ന 4 പിഴവുകൾ നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയിൽ വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാർക്കിനെ കാര്യമായിട്ട് ബാധിക്കും. ആ 4 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. അതിന് മുൻപേ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, കാരണം അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം. 4 പിഴവുകൾ നിങ്ങൾ വരുത്താൻ പാടില്ല. അതിൽ ഒന്നാമത്തെ പിഴവ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്രാമർ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുന്ന സമയത്ത് എഡിറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൻ്റെയും ഫ്രേസൽ വെർബ്സിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ അവരൊരു പാരഗ്രാഫ്, ഒരു ഷോർട്ട് പാരഗ്രാഫാണല്ലോ എഡിറ്റിങ്ങിന്, ഒരു ചെറിയ പാരഗ്രാഫ്, ഒരു 4-5 ലൈനിലൊരു പാരഗ്രാഫ് തരും, അല്ലെങ്കിൽ സെൻറ്റൻസുള്ളൊരു പാരഗ്രാഫ് തരും, അല്ലെങ്കിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയാലും ഫ്രേസൽ വെർബൊക്കെ അങ്ങനെയാണ്. പലപ്പോഴും കുട്ടികൾ ഉത്തരം എഴുതുമ്പോൾ ആ പാരഗ്രാഫ് അതേപോലെ എടുത്തിട്ട് പേപ്പറിലേക്ക് എഴുതുന്നത് കാണാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആൻസർ എന്താണ് അത് മാത്രം, 4 ഫ്രേസൽ വെർബ്സിൻ്റെ ഉത്തരം എഴുതണമെങ്കിൽ എന്താണോ നമ്പർ, ABCD ആണെങ്കിൽ ABCD എന്നിട്ട് നമ്പർ എഴുതുക. എഡിറ്റിംഗ് ആണെങ്കിൽ എഡിറ്റിങ്ങിൽ കറക്റ്റായിട്ട് ഏത് വേർഡാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വേർഡ്സ് കറക്റ്റ്, ആ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. ചിലപ്പോൾ ABCD എന്നൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഒക്കെ അല്ലാതെയൊക്കെ എഴുതേണ്ടി വരുമെന്ന് വിചാരിക്കുക. അല്ലാത്ത മിക്ക കേസിലും നിങ്ങൾ ആ ആൻസർ മാത്രം, ആ 1 വേർഡ് ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പ്രിപ്പോഷൻ ആണെങ്കിൽ 1 വേർഡ് ആൻസർ എഴുതിയാൽ മതി. നിങ്ങൾ ഫുൾ പാരഗ്രാഫ് അവിടെ എഴുതി വെക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം കൂടി എഴുതണമെങ്കിൽ നിങ്ങൾക്ക് 2-3 പാരഗ്രാഫുകൾ, വലിയ പാരഗ്രാഫ് എസ് എഴുതുന്ന സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു എസ് എഴുതുന്ന സമയം വേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ABCD എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. മറ്റേ രീതിയിൽ മിക്കതിൽ നമുക്ക് ABCD എന്ന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തിട്ടില്ലാത്ത പക്ഷത്തിൽ മാത്രമേ നിങ്ങൾ അല്ലാതെയൊക്കെ എഴുതേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, ഒന്നത് സമയം നിങ്ങൾക്ക് പോകുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം അതാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ഉത്തരങ്ങൾ എഴുതി വരുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ ചോദ്യത്തിനും ഉത്തരവൊന്നും കറക്റ്റ് അറിയണ്ടാവില്ല. നിങ്ങൾ അതിനെ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് പിന്നെ എന്താ പറയുക ഉത്തരങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ആക്കി എഴുതി വരികയായിരിക്കും. ചിലപ്പോൾ ഒരു നറേഷനോ അല്ലെങ്കിൽ റൈറ്റപ്പൊക്കെ ആവും. അങ്ങനെ എഴുതി വരുന്ന ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗത്തും ബാക്കി ഭാഗം മറന്നു പോകും. ഇങ്ങനെ ബാക്കി ഭാഗം മറന്നു പോകുമ്പോൾ പല കുട്ടികളും ചെയ്യുന്ന 2 തെറ്റുകളുണ്ട്. ആ ആൻസറിൻ്റെ ബാക്കി അവിടെ ബ്ലാങ്കായിട്ട് ഇട്ട് പോകും, അല്ലെങ്കിൽ മംഗ്ലീഷിൽ അങ്ങോട്ട് എഴുതി വെക്കും. ഇത് രണ്ടും ചെയ്യരുത്. ഒരു ഉത്തരം നിങ്ങൾ എഴുതി തുടങ്ങിയാൽ പകുതിയാക്കിയിട്ട് പോരുത്, അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ എല്ലാ ചാപ്റ്ററിനും ഒരു സമ്മറി ഓർമ്മയുണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങൾക്ക് ബാക്കി ഭാഗത്ത് എഴുതി ഫില്ല് ചെയ്യാം. സമ്മറി എഴുതണം നല്ല പറയുന്നത് കേട്ടോ, സമ്മറി എങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഒന്നും എഴുതാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആൻസർ കംപ്ലീറ്റ് ആക്കിയിട്ട് പോകണം, അല്ലാതെ ബാക്കി ഭാഗം ബ്ലാങ്ക് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാകും. 2, മംഗ്ലീഷ് ഒരു കാരണവശാലും എഴുതരുത്. ടീച്ചേഴ്സിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് പോലെ മംഗ്ലീഷാക്കി എഴുതി വെച്ചത് വലിയ നെഗറ്റീവ് ഉണ്ടാകും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ആൻസർ എഴുതി തുടങ്ങി അത് കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും മംഗ്ലീഷ് വേർഡ്സ് എവിടെയും നിങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, ഒരു പേപ്പറിൽ ഇപ്പോൾ 7 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് എത്രത്തോളം എഴുതണം എന്ന് കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം അതിന് ഓരോന്നും എഴുതാൻ കൃത്യമായ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിലപ്പുറം വരും. ഇപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു പേപ്പറിൻ്റെ 2 സൈഡ് ഈ പേജും എഴുതിയാൽ മതി. അതിൻ്റെ അപ്പുറം 4 പേജും 5 പേജും ഒക്കെ എഴുതുന്ന കുട്ടികളുണ്ട്. ഇതിന് കുഴപ്പം എന്താ, നിങ്ങൾ ഇനി എത്ര എഴുതിയാലും അതിന് 7 മാർക്കേ കിട്ടൂ. ഇതിൻ്റെ പ്രശ്നം എവിടെയെന്നറിയോ, നിങ്ങൾ അത്ര നീട്ടി വലിച്ച് എഴുതും, അവസാനം പല ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സമയം കിട്ടാതെയോ, ഗ്രാമർ ചോദ്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് എഴുതാനുള്ള സമയം പോലും കിട്ടാതെ നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. അതുണ്ടാവരുത്. അതുകൊണ്ടാണ് പറയുന്നത്, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലിമിറ്റ് വെച്ചിട്ട് 2 സൈഡും ആവശ്യത്തിനകത്ത് മാത്രം എഴുതണം. ഇപ്പോൾ 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെ ചോദ്യത്തിന് എത്രത്തോളം എഴുതണം എന്നുള്ളത് പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണുക. അത് കണ്ടാൽ നിങ്ങൾക്ക് 4, 6, 7 മാർക്കിന് എത്ര പേജ് എഴുതണമെന്ന് കറക്റ്റ് മനസ്സിലാവും. ഇനി 4ാമത്തെ കാര്യം, ശ്രദ്ധക്കുറവ്. ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധക്കുറവ് അതൊരു വലിയ പ്രശ്നമാണ്. അതിൽ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ തെറ്റിക്കും. ആ ചെറിയ കാര്യങ്ങൾ പോലും ഒരു നെഗറ്റീവ് ഇംപ്രഷൻ പേപ്പർ നോക്കുന്നവരുണ്ടാകും. ഉദാഹരണത്തിന്, ഇപ്പം ഒരു പുരുഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഈ ഹീക്ക് പകരം ഹീ എന്നൊക്കെ എഴുതി തുടങ്ങും. എവിടേക്കോ നിങ്ങൾ ഹീ അറിയാതെ ഷീ നയിപ്പോവും. ഇപ്പോൾ പുരുഷനെ ആണല്ലോ നമ്മൾ ഹീ എന്ന് പറയുക, സ്ത്രീ അല്ലേ ഷീ എന്ന് പറയുക. ഈ ഹീയും ഷീയൊക്കെ മാറി ഇത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, ശ്രദ്ധക്കുറവുകൊണ്ടാണ്. അതേപോലെ നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ ഉപയോഗിക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ എവിടെയാണ് ഉപയോഗിക്കണം നമുക്കറിയാം. സെൻറ്റൻസ് ആരംഭിക്കും, വ്യക്തികളുടെ പേര്, സ്ഥലത്തിൻ്റെ പേരൊക്കെ ക്യാപിറ്റൽ ലെറ്റർ വേണം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയാഞ്ഞിട്ടല്ല, എഴുതി വരുമ്പോൾ എല്ലാ സ്മോൾ ലെറ്റർ എഴുതി വെക്കും. ഈ രീതിയിൽ ശ്രദ്ധക്കുറവ് കൊണ്ടുവരുന്ന ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുക, കോമ ഇടാതിരിക്കുക, ഇങ്ങനെ ഇത് ലാംഗ്വേജ് എക്സാം അല്ലേ, അതിലിതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള ഇത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്താൻ പാടില്ല. ഈ 4 കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.